ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് നല്ല എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കോൺഫ്ലവറാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മീനൊക്കെ വറക്കുന്ന പോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചേരുവകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ മിക്സിൽ വെള്ളം കൂടിപ്പോകും. ഈ കോട്ടിംഗ് ഒന്നും പിടിക്കാതെ ആ മസാലയൊക്കെ ഒഴുകിപ്പോകും. അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും, ഒട്ടും വെള്ളമില്ലാതെ മസാലയൊക്കെ നന്നായിട്ട് ആ ചിക്കൻ പീസിലൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കാം. ഞാനിത് ഉടനെ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് എണ്ണയൊഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഒട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കറി വെക്കുന്ന അത്രയും സമയമൊന്നും ആവശ്യമില്ല. എന്നാൽ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവുകയുമില്ല. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക.